നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടാവില്ലേ? ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട ടൈമിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിലും മിക്കപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മണ്ടാല ആർട്ട് ചെയ്യുന്നത് അത്ര ഇഷ്ടത്തോടെയും ഒന്നും അല്ലെങ്കിലും, പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ ഫൈനലായിട്ട് കാണുന്ന ആ ഒരു വർക്ക് കാണാൻ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ആദ്യമായിട്ട് മണ്ടാല ആർട്ട് ചെയ്തു തുടങ്ങിയപ്പം ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല വന്നിരുന്നത്. ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് കാണാം. പിന്നെ നമ്മളതിങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് എന്നാൽ ഇതും കൂടി ഒന്ന് ട്രൈ നോക്കുക, ഇതും കൂടി ട്രൈ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചു തുടങ്ങിയത്. പിന്നെ ഞാൻ നമ്മളിങ്ങനെ പിൻട്രസ്റ്റിൽ അതിൻ്റെ ഐഡിയാസൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇത് പ്രൊട്രാക്ടറും കോമ്പസും സ്കെയിലൊക്കെ വെച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്ഷമയുടെ പരിധി എങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇത് ഫുൾ ടൈം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്നാലും ഞാൻ ഇരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ഹോബി എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ മണ്ടാല ആർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്നുള്ളത്. എനിക്കില്ലാത്തൊരു മെയിൻ സാധനമാണ് അത് തന്നെ. ബട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഒന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഹോബി എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.